നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തയ്ക്ക കൊണ്ടൊരു സ്മൂത്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഏത്തയ്ക്കയ്ക്കൊരു ഭംഗിയൊക്കെ വരാൻ വേണ്ടി നമ്മൾ അതിനൊരു പിങ്ക് കളറും കൂടി ഇന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വയറ് നല്ല ഫുള്ളായിരിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മൂത്തി കൂടിയാണിത്. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇതൊരു ഗ്ലാസ് കഴിച്ചിട്ട് പോയാൽ ഉച്ചവരെ അവർ വേറെ ഭക്ഷണത്തെ പറ്റി ആലോചിക്കുക കൂടി വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടാറില്ലെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്മൂത്തി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. സ്മൂത്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. സ്മൂത്തിയിലേക്ക് അവസാനം ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാൻ ഒരു 2-3 ബദാം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. അതിനുശേഷം വെള്ളത്തിൽ ഒരു 6-7 പീസ് ബദാം നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ്, അതും നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. ഇത് ഒരു ഏത്തയ്ക്ക, കുറച്ച് പഴുത്ത ഏത്തപ്പഴമാണ് നമ്മുടെ സ്മൂത്തിക്ക് ഏറ്റവും നല്ലത്. ഒരുപാട് പഴുത്ത് പോകണ്ട. നമ്മുടെ ഏത്തയ്ക്ക സ്മൂത്തി ഒന്ന് സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയാക്കാൻ വേണ്ടി നമ്മൾ സ്ട്രോബെറിയുടെ സിറപ്പും എസൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. അകത്തുള്ള ആ കറുത്ത കുരുവുള്ള ഭാഗമൊക്കെ മാറ്റാൻ നമുക്ക്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ആൽമണ്ടാണ് ചേർക്കുന്നത്. ഈ സമയത്ത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കാത്തവർക്ക് നല്ലപോലെ കുട്ടികൾക്കും ഒക്കെ പാല് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വെയിറ്റ് ലോസ് നോക്കുന്നവരാണെങ്കിൽ ആൽമണ്ടും വെള്ളവും കൂടെ അരയ്ക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആൽമണ്ട് മിൽക്കിലാണ് നമ്മൾ ഈ സ്മൂത്തി തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1-2 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസ് ചേർക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് ചേർക്കാം, അത് പ്രശ്നമൊന്നുമില്ല. നമ്മളിതിലേക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഈ സ്മൂത്തിയിൽ കുറച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളത്തിൽ ചിയാ സീഡ് ഇട്ട് കൊടുത്താൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കുതിർന്ന് വരും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് ചിയാ സീഡ്സ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്മൂത്തി നമുക്ക് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഒന്നും നോക്കാതെ സാധാരണ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കിതിൽ ഉറപ്പായിട്ടും ഷുഗർ ചേർക്കാം, അല്ലെങ്കിൽ മധുരത്തിന് വേണ്ടി ഹണി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്മൂത്തിയുടെ മുകളിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആൽമണ്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കയ്യിൽ ആൽമണ്ട് അല്ലെങ്കിൽ ബദാം അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ വേറെ ഏതെങ്കിലും നട്ട്സ് ചേർത്താൽ മതി. ഈ നട്ട്സ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ സ്മൂത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊന്നും പ്രശ്നമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തയ്ക്ക കൊണ്ടുള്ള സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഏത്തയ്ക്ക സ്മൂത്തി വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.